2014 അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 17% വർധനയാണുണ്ടായത്. 97,400 സർവീസുകളിലായി 467 ദശലക്ഷം കിലോമീറ്ററാണ് കഴിഞ്ഞ വർഷം ഇത്തിഹാദിന്റെ വിമാനങ്ങൾ സഞ്ചരിച്ചത്. കമ്പനിയുടെ ശേഷി വർദ്ധിപ്പിച്ചതിനേക്കാൾ അധികമാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനയെന്ന് അധികൃതർ പറഞ്ഞു. അബുദാബി വിമാനത്താവളത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്തവരിൽ 75%-ലധികവും തെരഞ്ഞെടുത്തത് ഇത്തിഹാദ് എയർവേസിനെയാണ്. ഇത്തിഹാദിന്റെ പങ്കാളികളായ വിമാന കമ്പനികളിലെ യാത്രക്കാരുടെ എണ്ണവും കൂടി പരിഗണിക്കുമ്പോൾ അബുദാബി വിമാനത്താവളത്തിലെ 84% യാത്രക്കാർ വരും. 2015 ദശലക്ഷക്കണക്കിന് യാത്രക്കാരുടെ ഇഷ്ട സർവീസായി മാറാൻ ഇത്തിഹാദിന് കഴിഞ്ഞതായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും പ്രസിഡന്റുമായ ജെയിംസ് ഹോഗൻ പറഞ്ഞു. 2015 ആഗോളതലത്തിൽ 6 കേന്ദ്രങ്ങളിലേക്ക് കൂടി ഇത്തിഹാദ് സർവീസ് ആരംഭിച്ചു. കൊൽക്കത്ത, മാഡ്രിഡ്, എഡിൻബർഗ്, എൻഡബെ, ഹോങ്കോങ്, ദാർ-എസ്-സലാം എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് തുടങ്ങിയത്. ഇതോടൊപ്പം ബ്രിസ്ബേനിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിച്ചു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സർവീസുകളിൽ വർധനയുണ്ടായി. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അടക്കം 16 കേന്ദ്രങ്ങളിലേക്കാണ് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം തങ്ങളുടെ നിരയിലെത്തിച്ച ബോയിംഗ് 787-9 ഡ്രീംലൈനർ വാഷിംഗ്ടൺ, സൂറിച്ച്, സിംഗപ്പൂർ, ബ്രിസ്ബേൻ എന്നിവിടങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കുകയും ചെയ്തു. സിഡ്നി, ലണ്ടൻ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലേക്ക് എയർ A350 വിമാനവും ഉപയോഗിച്ചു തുടങ്ങി. ലോകത്തിലെ വിവിധ വിമാന കമ്പനികളുമായി ഉണ്ടാക്കിയ പങ്കാളിത്തവും ഇത്തിഹാദിന് ഗുണം ചെയ്തു. ഈ പങ്കാളിത്തം വഴി 50 ലക്ഷം യാത്രക്കാരെയാണ് ലഭിച്ചത്. 2014 ഇത് 35 ലക്ഷമായിരുന്നു. ചരക്ക് യാത്രാ റൂട്ടുകൾ പരിഗണിച്ചാൽ ലോകത്തിലെ 600 കേന്ദ്രങ്ങളിലേക്ക് ബന്ധപ്പെടാൻ ഇത്തിഹാദിന് പങ്കാളിത്തത്തിലൂടെ സാധിക്കുകയും ചെയ്തു. 5,92,990 ടൺ കാർഗോയാണ് 2015 ഇത്തിഹാദ് കൈകാര്യം ചെയ്തത്. 2014 അപേക്ഷിച്ച് 4% വർധനയുണ്ടായി. ലോകത്ത് ഏറ്റവും പഴക്കം കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതും UAEയുടെ ദേശീയ വിമാന കമ്പനിയാണ്. ഈ വർഷം 10 വിമാനങ്ങൾ കൂടി ഇത്തിഹാദിന്റെ അണിയിലെത്തും. മീഡിയ 1, ദുബൈ.